അഗതി മന്ദിരത്തിൽ ഡിങ്കോൾഫി മാർത്തോമ പാതിരിയെ വിടർത്തി. മാരാമൺ കൺവെൻഷനിൽ പോയി അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ചൂടോടെ വന്ന് ഡിങ്കോൾഫി സുഡാലിഫിക്കേഷൻ കൂദാശയിൽ കയ്യോടെ പിടിക്കപ്പെട്ട വെരി റവറൻ ജോർജി യോഹന്നാൻ കശീശയെ രായ്ക്കിരാമാനം മാർത്തോമ മെത്രാപ്പോലിത്ത തെയോഡോഷ്യസ് വിടർത്തി അടർത്തി വീട്ടിൽ വിട്ടു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മാർത്തോമ മെത്രാപ്പോലിത്ത ഒരു റവറൻഡനെ വിടർത്തുന്നത്. ഇപ്പോൾ വിടർത്തുകൽപ്പന ജീവൻ പോയാലും തപാലിൽ അയക്കുകയോ മെയിലിൽ അയക്കുകയോ സഭാതാരക മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാറില്ല. കാരണം അത് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കയ്യിലെത്തുകയും ഞങ്ങളതെടുത്ത് ചാമ്പുകയും ചെയ്യുന്നത് പേടിച്ചാണിപ്പോൾ മുദ്രവെച്ച കവറിൽ പ്രതിയെ വിളിച്ചു വരുത്തി മെത്രാപ്പോലിത്ത തന്നെ ഇടനിലക്കാരില്ലാതെ കയ്യോടെ ഏൽപ്പിക്കുന്നത്. എത്ര രഹസ്യമായി വിടർത്തിയാലും അടർത്തിയാലും പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ഞങ്ങൾ ഇതൊക്കെ അറിയുകയും കണ്ടുപിടിക്കുകയും ചെയ്യും. ഗോപ്യമായി ചെയ്യുന്നതൊക്കെയും പുരമകളിൽ ഘോഷിക്കപ്പെടും എന്ന വേദവാക്യം നിവൃത്തിയാകുകയും ചെയ്യും. മാർത്തോമ സഭയുടെ നിരണം മാരാമൺ ഭദ്രാസനത്തിലെ ആനപ്രാമ്പാൽ JMM ജൂബിലി അഗതി മന്ദിരത്തിലെ സൂപ്രണ്ടന്റും നരിക്കൽ ബദൽ മാതൃ ഇടവാംഗവും പുനല്ലൂർ അടിവള്ളൂർ പുത്തൻ വീട്ടിൽ ജോർജി യോഹന്നാൻ പാദ്രിയെയാണ് മെത്രാപ്പൊലിത്ത 3 മാസക്കാലത്തേക്ക് വിടർത്തിയത്. മാർത്തോമ മെത്രാപ്പൊലിത്തയ്ക്കും കളങ്കിതരായ മറ്റു ചില തീവട്ടി മെത്രാന്മാർക്കും ഏറെ വേണ്ടപ്പെട്ടവനായതുകൊണ്ടാണ് ഈ ചെറിയ ശിക്ഷയിൽ കാര്യങ്ങൾ ഒതുക്കിയത്. മെയ് മുതൽ പുതിയ ഒരു പള്ളിയുടെ വികാരിയായുള്ള ചുമതലയും നൽകിയിട്ടുണ്ട്. കൈക്ക് ചെറിയ കുരുകുരുപ്പുള്ള ഈ ഇടയൻ നല്ല ആടുകളെ കണ്ടാൽ പിടിച്ച് കറക്കാൻ ശ്രമിക്കുമെന്നുള്ളത് കൊണ്ട് കുഞ്ഞാടുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അഗതി മന്ദിരത്തിലെ 4 നഴ്സുമാരിൽ ഒരാളോട് പാതിരി വല്ലാതെ വികാരിയായതാണ് കെണിയായത്, ഒടുക്കം പണിയായത്. കഴിഞ്ഞ ദിവസം പാതിരാത്രി നഴ്സുമാരിൽ ഒരാൾക്ക് മുത്തപ്പനെ എടുത്ത് കിണറ്റിലിട്ട സഭാചരിത്രവും നവീകരണം പൂത്തുലഞ്ഞ് കാകായ്ച്ചതുമൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തിരിക്കുമ്പോൾ ഏതോ ഒരു സുഗ്രീവൻ വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ രണ്ടും കൂടി പുറത്തിറങ്ങി വരുന്നത് കണ്ട് രാത്രി തന്നെ മെത്രാപ്പൊലിത്തയെ വിവരം അറിയിക്കുകയും പാതിരിയെ കയ്യോടെ പറഞ്ഞുവിടുകയുമായിരുന്നു. ഏകലവ്യൻ ചിത്രത്തിൽ നരേന്ദ്രപ്രസാദ് ജീവൻ നൽകിയ അമൂർത്താനന്ദ തെരുവിടികളുടെ കൈക്കറികൾ അഭിനയിച്ചത് കാണിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ചതാണെന്നാണ് പാതിരി മെത്രാപ്പൊലിത്തയോട് പറഞ്ഞത്. കൈക്ക് പിടിച്ചു എന്ന പരാതിയിലാണ് പാതിരിക്കെതിരെ നടപടിയെന്നാണ് സഭാ ആസ്ഥാനത്ത് നിന്നും അറിയുവാൻ കഴിയുന്നത്. എന്തായാലും വിടർത്ത് കൽപ്പന പുറത്തുവിടാത്തതിനാൽ ആ സത്യം നമുക്ക് കർത്താവിൽ ഏറ്റവും വേണ്ടപ്പെട്ട വെരി റവറൻ ജോർജി യോഹന്നാൻ കശീശയിൽ നിന്നും തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് കൈക്ക് ചെറിയ ഒരു തരിപ്പുണ്ടെങ്കിലും വായ കൊണ്ട് സത്യമേ പറയൂ. ഹലോ, ജോർജി അച്ഛനാ? അതെ അതെ. ഇപ്പൊ എന്ത് പറ്റി? നമ്മുടെ ഇവിടുന്ന് മാറ്റിയോ MM ജൂബിലിന്ന്? ആരാ സംസാരിക്കണേ? മാത്യുവാ. അന്നേരം എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞത്, അതൊന്ന് എന്തോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. വലിയ വിഷയമൊന്നും അല്ല. എനിക്കിപ്പം വൈഫിന് ലീവ് എടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആശുപത്രി പാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലീവ് എടുത്തു. അന്നേരം ഇനിയിപ്പം എനിക്ക് മെയ് മുതൽ മതി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ മെയ് മുതൽ വന്നിട്ടുണ്ട്. മെയ് മുതൽ അവിടെ തന്നെയോ? അല്ലല്ല, എനിക്ക് അവിടെ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓഫീസിൽ നിന്ന് ഒരു വിടർത്ത് കൽപ്പന വിട്ടത് ഇപ്പോൾ ഇവിടെ എല്ലാം കിട്ടിയത്, അതാ ചോദിച്ചേ. ഇവിടെ മാറ്റാൻ തക്ക എന്ത് അവിടുത്തെ ചില ഇന്റേണൽ ഇഷ്യൂസാ. മറ്റേ നേഴ്സുമാരെന്തോ പ്രശ്നമായെന്ന് തോന്നുന്നില്ലേ? അതെ അതെ. അത് നേഴ്സ് പരാതി കൊടുത്താണോ അതോ അല്ലാതെ ആരെങ്കിലും പരവച്ചാണോ? ഇല്ല, അവരായിരുന്നു അതിന്റെ പിന്നില്. നേഴ്സാ? അവരെ കയറി പിടിച്ചെന്നോ എന്തോ ആണെന്ന് തോന്നുന്നു പരാതി മെത്രാപ്പൊലിത്തയുടെ കിട്ടിയേക്കുന്നത്. അങ്ങനൊന്നും ഇല്ല. അച്ഛന് കൊള്ളാവുന്ന പറഞ്ഞാൽ വീട്ടിലില്ല, പിന്നെ കയറി നേഴ്സിനുണ്ട് പിടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെന്ന്, അങ്ങനൊന്നും ഇല്ല. സംഭവം അങ്ങനെ ആരും പിടിച്ചത് പിടിക്കൊന്നുമില്ല. അവര് പറഞ്ഞു, ചുമ്മാ ഒരു പെണ്ണുങ്ങൾ പറയുമോ ഒരു ഇല്ല, ഞാൻ അവരെ പിടിച്ചൊന്നുമില്ല. ഞാൻ അവർ കയ്യിലിങ്ങനെ പിടിച്ചെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പിടിക്കുന്നതേ ഉള്ളൂ. അല്ല അവരൊരു വലിയ വിഷയമാക്കിയെന്നുള്ളത് അവരെ ാണല്ലോ പറഞ്ഞേക്കുന്ന അച്ഛൻ. ഒന്നുമില്ല. അവരൊക്കെ അവരെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പറയുന്ന കണ്ടീഷൻ എന്തോ? ഇല്ല, ഒന്നുമില്ല, കണ്ടീഷൻ ഒന്നുമില്ല. അവര് പിന്നെ അവർക്ക് കംപ്ലൈന്റ് ഒന്നും എല്ലാം പറഞ്ഞിട്ട് കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കയ്യെ പിടിച്ചോളോ അതോ വേറെ എവിടെയും പിടിച്ചോ? എന്തോ ആയിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? എങ്ങും പിടിച്ചിട്ടില്ല. അത് അവരും പറഞ്ഞിട്ടുണ്ടല്ലോ. കയ്യെ പിടിച്ചെന്നുള്ളതാണ് പരാതി. അതെ അതെ. ചുനക്കര ഇടവകയിൽ ഇരുന്നപ്പോഴും ഇതുപോലെയുള്ള വിക്രയകൾ പാതിരിക്കുണ്ടായിരുന്നു എന്ന് ഒരു ഇടവാംഗം ഞങ്ങളോട് പറഞ്ഞു.
എവിടെയെങ്കിലും പിടിക്കണം എന്ന് കൈകുരുക്കുമ്പോൾ 2 കുട്ടിച്ചാക്കിൽ മണൽ കെട്ടി കൈ കഴയ്ക്കുന്നത് വരെ പിടിക്കുകയും 3 മാസം 3 നേരം വീതം തുടർച്ചയായി ഈ ശുശ്രൂഷ ചെയ്യുവാനുമാണ് സഭാ നേതൃത്വം അഭിവന്ദ്യ വെരി റവറന്റ് പാതിരിയോട് ഉപദേശിച്ചിരിക്കുന്നത്. എന്തായാലും നോയമ്പൊക്കെ വരാൻ പോവുകയാണ്. പാതിരിയുടെ കൈയുടെ കിരികിരിപ്പ് മാറ്റുവാൻ കുഞ്ഞാടുകൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഒരു പ്രത്യേക അറിയിപ്പ്: മനസ്സിന് കട്ടിയില്ലാത്ത പാതിരിമാർ ഉത്തമഗീതം അധികം വായിക്കരുത് എന്ന് പറയാൻ പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.